നമസ്കാരം. ഒരു ചെറിയ വീഡിയോയുമായിട്ട് ഞാനിതേ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. കയ്യിലൊരു വുഡൻ ബോക്സ് ഉണ്ട്. എനിക്ക് നിറയെ ഡ്രൈ ഫ്രൂട്ട്സും പെർഫ്യൂംഡ് ക്യാൻഡിൽസൊക്കെ ആയിട്ടൊരു ദിവാലിക്ക് ഗിഫ്റ്റ് കിട്ടിയ വുഡൻ ബോക്സാണ് കേട്ടോ ഇത്. വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റുള്ള വുഡൻ ബോക്സാണ്. എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയുള്ള തടിയിലാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു ബോക്സ്. ഈ അടപ്പയിലാണെങ്കിൽ പെയിൻറ് ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ഡിസൈനൊക്കെയുള്ള ഒരു കളർഫുൾ പേപ്പറായിരുന്നു അതിനകത്ത് ഒട്ടിച്ചിരുന്നത്. അത് കുറേ നാളിരുന്ന് കഴിഞ്ഞപ്പോൾ ഫംഗസ് ആയിട്ട് ചീത്തയായിപ്പോയി. ഞാനപ്പോൾ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ഓറഞ്ച് ഗോൾഡൻ കളർ പെയിൻ്റാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഉള്ളത്, അടപ്പയിലല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കളറൊന്ന് മാറ്റി കൊടുക്കാമെന്ന്. എൻ്റെ മനസ്സിലുള്ള കളറ് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേ കളറാണ്. ഒത്തിരി ഡാർക്കല്ല, എന്നാൽ ലൈറ്റും അല്ലാത്തൊരു ഗ്രേ കളറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ കളറാണെങ്കിൽ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പെയിൻറ്റുകളൊക്കെ മിക്സ് ചെയ്ത്, അതായത് പേർപ്പിള്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ 3-4 കളറ് മിക്സ് ചെയ്തിട്ട് ആ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള കളർ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. ആദ്യം മിക്സ് ചെയ്തപ്പോൾ ലൈറ്റായി പോയി, പിന്നെ കുറച്ച് ഡാർക്കായി പോയി. അങ്ങനെ കുറേ നേരത്തെ പെയിൻറ്റിങ് കളറുകൾ മിക്സ് ചെയ്ത് ഒടുവിൽ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തടിയിലടിച്ച് നോക്കിയപ്പം ഓക്കെയാണ്, എൻ്റെ മനസ്സിലുള്ള ആ കളർ തന്നെയാണ്, ആ ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കളറ് ഈ ബോക്സിൽ മൊത്തത്തിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഈ വീഡിയോ ആണെങ്കിൽ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആ സമയത്ത് എടുത്തതാണ് കേട്ടോ. അതാണ് ആ വീഡിയോയിലൊരു ക്രിസ്മസ് പൂ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത് അന്നേരം എടുത്തത് കൊണ്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ സമയത്തൊരു പനി വന്നു. പനി ഒരു ദിവസം കൊണ്ട് മാറി. പക്ഷേ അത് കഴിഞ്ഞ് വന്ന ചുമ ഒരു 1.5 മാസം, 1.5 മന്ത് കഴിഞ്ഞാണ് മാറിയത്. 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നു. ഒച്ചയൊക്കെ അടഞ്ഞു പോയി. ഒച്ച ഉണ്ടായിരുന്നു, പക്ഷേ നോർമൽ വോയിസ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ, ഒരു അടഞ്ഞ ശബ്ദമായിരുന്നു. 2ാമത്തെ വട്ടം ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശരിയായി വന്നത് കേട്ടോ. അതാണ് വീഡിയോ എടുക്കാൻ താമസിച്ചത്. അത് കഴിഞ്ഞിട്ടും പിന്നീട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അന്നേരം ശരിക്കും പെട്ടുപോയി. ചുമയും പനിയൊന്നും അല്ലായിരുന്നു, തീരെ കിടപ്പായി. ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. വെള്ളം മാത്രം കുടിച്ച് ഞാൻ 1 വീക്ക് കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ഹെൽത്ത് വൈസ് ഓക്കെയാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം പാർട്ട് ഓഫ് ലൈഫ്. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, അതിനെയൊക്കെ ഓവർകം ചെയ്യും. അതിനുള്ളൊരു വിൽ പവർ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതെല്ലാവരും കണ്ടെത്തിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ, അതാണ് ഈ വീഡിയോ പെട്ടെന്ന് വോയിസ് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ആ പെയിൻ്റ് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം മെറ്റാലിക് വൈറ്റ് കൊണ്ട് ഇതിലെല്ലാം ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് കൊണ്ട് മെറ്റാലിക് വൈറ്റ് പെയിൻ്റ് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുത്തിട്ട് ഫിംഗർ ഉപയോഗിച്ച് അത് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തുടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കാണണ്ട, എന്നാൽ ഡിസൈൻ വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നോർമൽ വൈറ്റ് കളർ പെയിൻ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് മെറ്റാലിക് വൈറ്റ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തത്. ഇനി ഈ ബോക്സിൻ്റെ അടപ്പയിലാണെങ്കിൽ ഒരു ബ്രാസ് കളറിലുള്ള ഒരു പിടിയുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കയ്യിലാണെങ്കിൽ സ്പ്രേ പെയിൻറ്റ് മാത്രമേ ബ്രാസ് കളറിലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഞാൻ മെറ്റാലിക് ഗോൾഡൻ കളർ തന്നെ അതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഉണങ്ങിക്കഴിയുമ്പോൾ വൃത്തികേടാണെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുവാണേ. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ ഗ്രേ കളർ പെയിൻ്റ് അടിക്കാൻ കാരണം എൻ്റെ സോഫ, അതായത് എൻ്റെ കൗച്ചിൻ്റെ കളറും അതിൻ്റെ കൂടെയുള്ള കോഫി ടേബിളിൻ്റെ കളറും ഒന്ന് തന്നെയാണ്, ഗ്രേ കളറാണ്. അതിൽ ഈ വൈറ്റ് ഡിസൈനും ഉണ്ട് കേട്ടോ. അത് പെട്ടെന്ന് കാണത്തില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സിനും ആ കളറും ആ ഡിസൈനും കൊടുത്തത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂ ഇയർ ആ സമയത്തൊക്കെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ബോക്സിൽ പെട്ടെന്ന് വന്ന് തുറക്കുന്നവർക്ക് ബോക്സിൽ നിന്ന് സർപ്രൈസായിട്ട് ചോക്ലേറ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഇട്ട് നിറച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കൂ. ബൈ.